പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി അശ്രാന്ത പ്രയത്നത്തിൽ ഒരു വ്യക്തി. അഴീക്കോട് സ്വദേശി ഡോക്ടർ സതീഷ് കുമാറാണ് ഈ ആഗോള വിപത്തിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത്. അടുക്കളയിൽ പാത്രം കഴുകുന്നതിനായി ഉപയോഗിക്കുന്ന സ്ക്രബിലൂടെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മനുഷ്യരിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതും സതീഷ് കുമാർ കണ്ടെത്തിയിട്ടുണ്ട്. ലിവർ സിറോസിസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ അല്ല മൈക്രോ പ്ലാസ്റ്റിക് നമ്മളെ ലിവറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും അത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പ്ലാസ്റ്റിക്കാണ് എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക് വലകൾ സൂര്യപ്രകാശവും മഴയും മാറി മാറി കൊണ്ടുകൊണ്ട് ശരിക്കും അത് പൊടിയും. ആ പൊടി ശരിക്കും കിണറ്റിൽ വരാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം കയറും പൊടിഞ്ഞ് അതും കിണറ്റിൽ വരാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതും ശരിക്കും കിണറ്റിൽ വരാം. മഴ പെയ്യുമ്പോൾ കിണറ്റിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്രോതസ്സുകളുണ്ട്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കുന്ന സ്ക്രബ്ബർ, നമ്മൾ ആ സ്ക്രബ്ബർ മാറ്റുക. സ്ക്രബ്ബർ അതായത് നമ്മൾ മറ്റേ സ്റ്റീൽ ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം വെച്ച് ഒരിക്കലും പ്ലാസ്റ്റിക് വരക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ സ്ക്രാച്ച് ഉണ്ടാവും, പ്രശ്നമാണ്. അതിന് സ്ക്രാച്ച് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പ്ലാസ്റ്റിക്കിലും വരും. അപ്പോൾ പ്ലാസ്റ്റിക് വരുമ്പോൾ അത് പൊടിപാടലുണ്ടാവും. ആ പൊടി പ്ലാസ്റ്റിക് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാവും. ആ പാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് ബദലായിട്ടൊരു സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചാൽ പോലും നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ആ ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ കഴിയുന്നതും കുറക്കുക. നമുക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാം.